നമസ്കാരം, ഞാൻ ആര്യ. D4 ന്യൂസ് സൺഡേ സ്റ്റോറിയുമായി എത്തിയിട്ടുള്ളത് ആർട്ടിൽ കഴിവ് തെളിയിച്ച ഒരു കൊച്ചു കലാകാരിയുടെ കൂടെയാണ്. തിരുവേഗപ്പുറയിലെ 13-ാം വാർഡിലെ ശ്രീ ശങ്കരനാരായണൻ്റെ മകൾ നിമിഷയാണ് ആ കലാകാരി. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നിമിഷയോട് ചോദിക്കാം. നിമിഷ, നന്നായി പോകുന്നുണ്ട്. എവിടെയാണ് പഠിച്ചിരുന്നത്? ഞാനിപ്പോ ഫൈൻ ആർട്സ് കോളേജിലാണ് പഠിക്കുന്നത്, ശില്പേത്ര പട്ടാമ്പി. എത്ര വർഷമായി? ഇപ്പോ സെക്കൻഡ് ഇയർ ആണിത്. ക്ലാസ് ഡെയിലി ഒരു 10 മണിക്കൊക്കെ തുടങ്ങും, പിന്നെ 3:30 വരെ ക്ലാസ്. അങ്ങനെ എത്രാം ക്ലാസ് മുതൽ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്? ചെറുപ്പം മുതലേ വരയ്ക്കായിരുന്നു. വരയ്ക്കാൻ ഇഷ്ടമാണ്. അതെ, സ്വന്തം. അപ്പൊ സാറുമാര് സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയാണ്? എല്ലാരും നല്ല സപ്പോർട്ടാണ്. ആരാണ് പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്നത് ബാലകൃഷ്ണൻ സാറാണ് പഠിപ്പിക്കുന്നത്. സാറിന്റെ കീഴിൽ 2 സ്റ്റാഫ് വേറെ ഉണ്ട്, നൗഷാദ് സാറും വിനീഷ് സാറും. ഇവരുടെ കീഴിലാണ് ഇപ്പൊ ഞാൻ പഠിക്കുന്നത്. ശില്പേത്ര ഫൈൻ ആർട്സ് കോളേജ്, പട്ടാമ്പി. D4 ന്യൂസിന് വേണ്ടിയിട്ട് ഒരു ചിത്രം പിന്നെന്താ വരയ്ക്കാൻ. എത്ര സമയം എടുക്കും ഒരു വർക്കിന്? ഒരു വർക്ക് 5 മണിക്കൂറൊക്കെ എടുക്കുന്നതാണ് വർക്ക്. പിന്നെ ഓരോരോ ഫേസ് അനുസരിച്ച് അങ്ങനെ. ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കാറില്ലേ? ഫ്രണ്ട്സിന് വരച്ചു കൊടുക്കണം. എങ്ങനെയാണ് അവരുടെ റിയാക്ഷൻ ഒക്കെ? കുഴപ്പമില്ല, അവര് ചിലര് നല്ല ഇങ്ങനെ പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടോ? പ്ലേസ്മെന്റ് ഇതുമായിട്ട് അങ്ങനെ ഇല്ല. പകരം നമുക്ക് കാറ്ററ്റ് എഴുതിയിട്ട് അങ്ങനെ സ്കൂളുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും. 9th വരെയൊക്കെ. കാറ്ററ്റ് എങ്ങനെയാണ്? ഇങ്ങനെ ചിത്രം വച്ചിട്ടാണോ അതോ? അല്ല, എഴുത്ത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് കാറ്റഗറി 4ലാണ് വരിക. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോയിങ് ടീച്ചറായിട്ട് വരാം. കോച്ചിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടോ? കോച്ചിങ് ഇതുവരെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിനെങ്ങനെ ടീച്ചറൊക്കെ ആയിട്ട് കയറാൻ എങ്ങനെ സ്കോപ്പൊക്കെ ഉണ്ട്. പ്രൈവറ്റ് കോളേജിലും ഗവൺമെൻറ് കോളേജിലൊക്കെ സ്കോപ്പ് ഉണ്ട്. പക്ഷേ നമുക്ക് കാറ്ററ്റ് എഴുതണം. കാറ്ററ്റ് 4 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറിയിലാണ് വരിക. അത് നമ്മൾ എഴുതണം. അതിൽ പാസ്സായിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും. എന്താ ചെയ്യുന്നത്? കൂലിപ്പണി, പടവിന്റെ പണി. മഴയായിട്ട് കോറി ബ്ലോക്ക് ആയതുകൊണ്ടൊക്കെ അങ്ങനെ എന്താണ് ചെയ്യുന്നത്? ഫാർമസിയിൽ എവിടെയാണ്? ഞാൻ പഠിക്കുന്നുണ്ട്, പിന്നെ ഇവിടെ ചെയ്യുന്നു. ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്യാം. എത്ര വർഷം? 2 വർഷത്തെ കോഴ്സാണ്. ഞാൻ ഇവിടെ കുറച്ച് ദിവസത്തിൽ കയറിയിട്ടുണ്ട്. അവിടെ ട്രെയിനിങ് ആവുമ്പോൾ. എങ്ങനെയാണ് നിമിഷന്റെ ഈ ഒരു കല കണ്ടത്, അറിഞ്ഞതൊക്കെ? ഒരു 5, 6 പഠിക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ച് ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ സൺഡേ ക്ലാസ്സിനൊക്കെ വിട്ടിട്ട് അങ്ങനെ ആയിട്ട് ഇപ്പോൾ പിന്നെ +2 കഴിഞ്ഞൊന്ന് ഫ്രീ ആയപ്പോഴാണ് ഇവിടെ കോഴ്സിന് പോകാൻ തുടങ്ങി. മോളെ ഈ ഒരു കഴിവ് കണ്ടപ്പോ എന്താണ് നമുക്ക് തോന്നിയത്? മോളെങ്ങനെ പഠിപ്പിക്കണം എന്ന് തന്നെ തോന്നിയത്. മോൾക്കങ്ങനെ വരയണം എന്ന് പറഞ്ഞൊക്കെ അങ്ങനെ പഠിപ്പിക്കണം. ഇത്രയും ഭംഗിയായിട്ട് അമ്മയുടെ പടമൊക്കെ വരയ്ക്കാറുണ്ടോ? ഇല്ല, ഞാൻ വരയ്ക്കില്ല. എന്താ ഇഷ്ടല്ല? ഇഷ്ടല്ല, ഇത് നമുക്കറിയില്ല. അല്ല, അമ്മയുടെ ചിത്രങ്ങൾ മോള് വരയാന്നൊക്കെ പറയും, കുറച്ചൊക്കെ വരയും. പിന്നെ ചെയ്യാ. പിന്നെ ചെയ്യും. ഇവര് രണ്ടുപേരൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്? അവര് പിന്നെ ഡ്രോയിങ്, അതുപോലെ പനയോലോൽപ്പന്നത്തിൻ്റെ അങ്ങനെയുള്ള
സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഈ കതിർക്കൊല മടയിൽ അങ്ങനെ അതൊക്കെ ഇവരൊക്കെ തന്നെ ചെയ്യുന്നതാണ്. വീട്ടിലിരുന്നിട്ട് ചെയ്യുന്നത്, വീട്ടിലിരുന്ന് ചെയ്യും. സ്കൂളിൽ കോമ്പറ്റീഷൻസിനൊക്കെ പോവാറ്. പിന്നെ ഈ ചേച്ചിക്ക് നിമിഷം പനവേല കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ പട്ടാമ്പി ഇതുപോലെ ഒരു കൊച്ചു ക്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയി. പിന്നെ പല ടിക്കടിക്കും വിളിക്കൊണ്ട മുറം, പിന്നെ തോണി, അങ്ങനെ ബൊക്ക പോലത്തെ പലതരം കൊട്ടകൾ, ഡിസൈൻ ആയിട്ടുള്ള കൊട്ടകൾ അങ്ങനത്തെ. നിമിഷ വരച്ച ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങളും ഒക്കെ ഇന്ന് കണ്ടിട്ടുണ്ട്. അത്രയും മനോഹരമായിട്ടാണ് ഓരോ വർക്കും ചെയ്തിട്ടുള്ളത്, അത്രയും ഫിനിഷിംഗ് ആണ്. അപ്പോൾ അടുത്തൊരു സ്റ്റോറിയുമായിട്ട് D4 ന്യൂസ് അടുത്ത ആഴ്ച എത്തുന്നതായി. നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ സർട്ടിഫിക്കേഷനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? PSC ഗവൺമെന്റ് അംഗീകൃത കോഴ്സാണോ എന്ന് അന്വേഷിക്കാറുണ്ടോ? ഈ കാര്യത്തിൽ ഇനി ഒട്ടും ആശങ്ക വേണ്ട. കേരള ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കേഷനോടുകൂടി നമ്മുടെ നാട്ടിൽ വളാഞ്ചേരി വെങ്ങാട് LBS സ്കിൽ ക്യാമ്പസിൽ വിവിധ തൊഴിലനുഷ്ഠിത കോഴ്സുകളുമായി ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എന്നിങ്ങനെ നിരവധി കോഴ്സുകളാണ് ഈ വർഷം മുതൽ ആരംഭിക്കുന്നത്. കേരള സർക്കാർ നേരിട്ട് നൽകുന്ന PSC അംഗീകൃത സർട്ടിഫിക്കേഷൻ, മികച്ച സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ് സൗകര്യങ്ങൾ, 100% ഉറപ്പായ പ്ലേസ്മെന്റും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.